എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം അത് അവിടെ അടുപ്പത്ത് വെള്ളം വെച്ചോക്കണം. ഞമ്മക്ക് പിന്നെ അരി ഇടാനുള്ള കേട്ടോ. ഇതെന്താ കൂട്ടാൻ വെക്കണം? ഒരു ട്രൈപ്പോഡ് വാങ്ങണം അല്ലേ? ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കൽ നടക്കൂല. മട്ടരി കേട്ടോ, റേഷൻ പീടിയിൽ തരിയാണ്. ഇവിടെ മറ്റേ അരി വാങ്ങിക്കൊടുന്ന് വെച്ചാലും ഇഷ്ടതാണ് മട്ടരി. ഈ അരി ചോറ് തിന്ന് ശീലിച്ചത് കാരണം മറ്റേത് രസമല്ലാതെ തോന്നുന്നത്. ഇതാ നമ്മളെ ലൈബ. ലൈബ എന്താട്ടിന? ഇതെന്തടി അവിടെ കാട്ടിന്ന്? ലൈബ മുടി കെട്ടുക. ആരാ മുടി കെട്ടി തന്ന്? ഇത് എവിടുക്കാടി? അതെന്തിനാ ഇവിടെ കൊണ്ടു നോക്കണ? അരി ഇതാണ്. നമ്മൾ അരിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടും അത് ആ ചൂടുവെള്ളത്തിലൊന്ന് കഴുകണം കേട്ടോ. ലാസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകും, എന്നിട്ട് അരി ഇടുള്ളൂ കേട്ടോ അമ്മ. അങ്ങനെ അത് അരി കഴുകിയിട്ട് തന്നെ ഇപ്പോൾ അടുപ്പത്ത് ഇടണം കേട്ടോ. നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസും വേണം കേട്ടോ. ഒക്കെ നമ്മൾ വാടക വീടല്ലേ, അപ്പോൾ ഇതിൽ അടുപ്പില്ല. അപ്പോൾ ഗ്യാസും വേണം കേട്ടോ. നമുക്കൊരു മാസത്തിൽ 2 ഗ്യാസൊക്കെ വാങ്ങണം, എന്നാലേ എത്തുള്ളൂ. അങ്ങനെ നമ്മളിത് അരിയൊക്കെ ഇട്ടുപോകും കേട്ടോ. പിന്നെ നമുക്ക് ഇനി നന്നാക്കാം, കൂർക്ക നന്നാക്കാം. കൂർക്കപ്പേരി കറി, കൂർക്കപ്പേരി, ഉണക്കമീൻ പൊരിച്ചത്. അപ്പോൾ കൂർക്ക ഇന്നലെ കൊടുന്ന കൂർക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് നോക്കണം, നമുക്ക് വാടിയ പോലെ തോന്നിയപ്പോൾ നോക്കുമ്പോൾ വാടിയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല കൂർക്ക തന്നെയാണ്. പിന്നെ മീൻ മസാല വെച്ച ഇവിടെ ഉണ്ട് കേട്ടോ. മീൻ മസാല വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനും വെണ്ടക്ക നുറുക്കണം, അതുപോലെ കൂർക്കി നുറുക്കണം. അപ്പോൾ നുറുക്കട്ടെ ഇതാട്ടോ. അതിൻ്റെ അടിയിൽ ലൈബ തിരക്കി കയറുന്നുണ്ട്. ലൈബ വികൃതിയാണ്. ഇതാ ഇപ്പൊ കാണാം. ഇതാ തല വരുന്നു. അതാ ലൈബ കയറി. ആയി പറഞ്ഞോക്കെ ലൈബ. കണ്ണ് തട്ടോട് മാറിക്കോ. ഓളിതോടെ എന്താ കാട്ടണെന്ന് അറിയാൻ വേണ്ടി കയറിക്കട്ടോ. അടിച്ചോരിയ സ്റ്റെപ്പ് അടിച്ചോരിയാണ്. സ്റ്റെപ്പ് അടിച്ചോരിയാണേ. ആ ഞങ്ങളെല്ലാരും ആണ് കേട്ടോ. പറേ അവള് പറഞ്ഞു കൊടുക്കണത് എന്തിനാ മുറിച്ചെന്ന് അറിയോ? അറിയില്ല എന്താണ് പറഞ്ഞു കൊടുക്ക. കൂർക്ക ഉപ്പേരി വെക്കാനുള്ള. ചായ അടിച്ചല്ലേ ഇപ്പൊന്ന്? എന്താ തിന്ന്? എന്താ തിന്ന് പറഞ്ഞു കൊടുത്താ? അപ്പം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ പറഞ്ഞ. സർക്കസോ? സബ്സ്ക്രൈബ്. എന്റെ വീഡിയോ ഇഷ്ടമാണോ ചോദിച്ചേക്ക. ലൈബാന്റെ വീഡിയോ ഇഷ്ടമാണോ ചോദിച്ചാ? അതറിയാം, ഇതറിയാം കുട്ടിക്ക്. ലൈബാന്റെ വീഡിയോ ഇഷ്ടമാണോ ചോദിച്ചേക്ക. ലൈബാന് ഇഷ്ടമാണോ ചോദിച്ചാ? എല്ലാരും കമന്റ് ചെയ്യാൻ പറ. സർപ്രൈസ് ആണോ? എന്തിനാ? ഓൾക്ക് പറയാൻ വയ്ക്കൂല. അവള് ഓരോന്നും ഓരോരുത്തർക്ക് എടുത്തു തരാ കേട്ടോ. ഉപ്പേരി തിന്നൂല. ആര്? ലൈബാക്ക് ഉപ്പേരി ഇഷ്ടമല്ലല്ലോ. ലൈബ ഉപ്പേരി ഇഷ്ടമല്ല? വേറെ ആർക്കും അവിടെ ഉപ്പേരി ഇഷ്ടം? വേറെ ഉപ്പേരി ഇഷ്ടമാണെന്നോ? ഇതിങ്ങനെ കാണുമ്പോ തിന്നൂല. വേറെ എന്ത് ഉപ്പേരി ഇഷ്ടം ലൈബ? രാവിലെ അതാ ചെമ്പട്ടിയല്ല ചട്ടിയില് രാവിലെ വെച്ച കാബേജ് ഉപ്പേരി കേട്ടോ. കുട്ടികൾക്ക് പൊന്നൂനും റിച്ചൂനും വെച്ച കാബേജ് ഉപ്പേരി അവള് പറയണം. അതാണ് അവൾക്ക് ഇഷ്ടം. അതാണ് അവൾക്ക് ഇഷ്ടം എന്ന് പറയണതേ.
കാബേജ് ഉപ്പേരി അല്ലേ? അവിടെ നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. ലൈബ എന്താ സ്കൂൾക്ക് പോകാത്ത ലൈബ? എന്നാ സ്കൂൾക്ക് ചേർത്തട്ടെ. അങ്ങനെ കൂർക്കൊക്കെ നന്നാക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വെണ്ടക്ക നുറുക്കാൻ നിന്നു. അപ്പോഴും ലൈബ പോയിട്ടൊന്നുമില്ല കേട്ടോ. അവളിങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വെണ്ടക്ക കഴുകിക്കണം കേട്ടോ. കഴുകണമെന്ന് ഞാൻ വീഡിയോയിൽ കാട്ടിയിട്ടില്ല. വെണ്ടക്ക കഴുകൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ നുറുക്കണത്. അപ്പോൾ അവളിങ്ങനെ ഓരോന്നിൻ്റെ അടുത്ത് നിന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അവളോട് ഇങ്ങനെ സ്കൂൾക്ക് തന്നെ ചേർത്തട്ടെ എന്നൊക്കെ ചോദിച്ചുമ്പോൾ വേണ്ടാന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ അങ്ങനെ ഓരോന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അവൾ. പിന്നെ മറ്റവരൊക്കെ സ്കൂൾക്ക് പോയാൽ പിന്നെ ഞങ്ങളെ അടുത്ത് കൂടെ തന്നെ ആക്കാരോ. മറ്റേ ഇനി റിച്ചും പൊന്നൊക്കെ സ്കൂളിൽ ഇട്ടാൽ പിന്നെ ഞങ്ങളടുത്താവില്ല കേട്ടോ. ഓലെടുത്താക്കാരോ അവൾ. പിന്നെ ടി വി ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്യും. ഇപ്പോൾ ഓല ആരും ഇല്ലാത്ത കണ്ടപ്പോഴേ പിന്നെ നേരം വെളുത്താൽ പിന്നെ എൻ്റെയും ഉമ്മാൻ്റെ അല്ലെങ്കിൽ തൻവിയുടെ ഒക്കെ അടുത്ത് കൂടെ അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്ക് ടി വി ഒന്നും വേണ്ട. കൊച്ചു ടി വി ഇട്ട് കൊടുത്താലൊന്നും അധികം ഇരിക്കൂല. ഞാനത് ആ വെണ്ടക്ക അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ലൈബ വെണ്ടക്കട നെട്ടി തന്നെയല്ലോ അറിയാതിനുമാ. ആ ഇതിങ്ങനെ വെക്കുക കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ വെച്ചിരുന്നില്ലേ മാ? നമ്മളൊരു പ്രായക്കാരാ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഉമ്മാനോട് ചോദിച്ചാൽ ഉമ്മാന്റെ ചെറുപ്പത്തിലും ഇങ്ങനെയൊക്കെ വെച്ചിരുന്നു എന്ന്. ഇങ്ങോട്ടൊക്കെ കാട്ടിക്കണം. ഇതെവിടെ ലൈബാന്റെ മൂക്ക്? ആ വെണ്ടക്ക നുറുക്കിയും കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉള്ള പരിപാടികളാണിത്. അങ്ങനെ നമ്മളെ വെണ്ടക്ക ഇവിടെ നുറുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വെണ്ടക്ക കറി വെക്കണം. ഇതുകൊണ്ട് അവള് കളിക്കണം കേട്ടോ. ഇവിടെ കൈമ തട്ടും ലൈബ കത്തി. ഇതെന്തേ കൂർക്ക ഇവിടുന്നപ്പോ ഞാൻ കിട്ടിയത്? അവിടെ വെച്ചാല് ഇതിപ്പോ എന്ത് തൊട്ടിച്ചിട്ട് ഇത്ര നേരം ഇതുകൊണ്ട് മുഖത്ത് കൂടെ ഒട്ടിക്കായിരുന്നു കേട്ടോ ഈ സാധനം. നമ്മളെ ചോറ് ഇവിടെ കൂക്കാനായിക്കണം. കൂർക്ക ഞാനും ഉമ്മയും കൂടി നന്നാക്കണീൻ്റെ അടിയിൽ നിന്ന് അവൾ എടുത്തുക്കണം കേട്ടോ. ഒന്ന് ഇത് കണ്ടിട്ടില്ല ഞങ്ങള്. അത് കയ്യുമ്പോ തട്ടു. കത്തി വലിയ മൂർച്ചയൊന്നുമില്ല കേട്ടോ. ഇത് ഇടക്കിടക്ക് എടുത്ത് കളിക്കണ കത്തിയ അടിക്ക കയ്യുമ്പോ തട്ടില്ലേ ഇപ്പ. അപ്പൊ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഇനിയിപ്പോ മീൻ പൊരിക്കണം. രാവിലെ അപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതാ തന്നിലൂടെ ഇങ്ങനെ അടിച്ചു വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അടിച്ചു വരുന്നത് എന്ത് അനക്ക് എത്ര കാലാ? 3 കാലോ? ഇത് 3 കാലം. അത് 2 കാലല്ലേ? ഇത് 2 കാലല്ലേ എനക്ക്? എവിടെ 3 കാല്? എണ്ണിക്ക കാലെണ്ണിക്ക. അപ്പോൾ ഓളെ കാലെണ്ണിയത് കണ്ടില്ലേ? അപ്പോൾ 10 കാലമായിട്ട് അവൾക്ക് 9 വരെ എണ്ണീക്കണു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാല് ഇത് 2 കാല് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഓള് വിരലാളാണ് കേട്ടോ അവൾ ഉദ്ദേശിച്ചിരിക്കണത്. വിരലാളെ ചെണ്ണണ് 1 2 അങ്ങനെ അല്ലടി പൊട്ടത്തിയെ ലൈബ. അങ്ങനെ നമ്മൾ ഉപ്പേരി കൂടെ റെഡി ആയിക്കണം കേട്ടോ. കൂർക്കപ്പേരി. അപ്പോൾ തൂമിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചിക്കണം കേട്ടോ. പിന്നെ നമ്മളെ മീൻ ഇതവിടെ ചട്ടിയിൽ ഇങ്ങനെ ഇട്ടുക്കണു. മീൻ ഇവിടെ ആയും കൊണ്ടിരിക്കുന്നുണ്ട്. ഉണക്ക മീനാണ് കേട്ടോ. മത്തിയുണ്ട്. പിന്നെ വേറൊരു കഷ്ണ മീൻ പോലത്തെ മീനാണ് കേട്ടോ. സ്രാവല്ല, വേറെ എന്തോ ഒരു മീനാണ് കേട്ടോ. ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പേരി അതെല്ലാം ആയതല്ലേ കുറച്ച് അപ്പോൾ പാത്രത്തിൽ വിളമ്പി തിന്നാൻ വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് തിന്നാണ് കേട്ടോ. എനിക്ക് കൂർക്കപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലേസം അങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ട് അവിടെ പോയിരുന്നു തിന്നിരുന്നു. അപ്പോൾ നമ്മളെ ലേബി വന്നിരിക്കണം കേട്ടോ. അവൾക്ക് ഉപ്പേരി ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് എല്ലാ ഉപ്പേരി ഇഷ്ടം എൻ്റെ പോലെ തന്നെ. കൂർക്കപ്പേരി എനിക്കൊക്കെ എല്ലാ ഉപ്പേരി ഇഷ്ടം തന്നെയാണ്. പക്ഷേ കൂർക്കപ്പേരി കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ തിന്നുമ്പോൾ ലേബി വന്നിട്ട് കൂടി തിന്നുന്നുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും ഒക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ലൈബ് അവിടെ ഉണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ കറി ആയിക്കണം കേട്ടോ. വെണ്ടക്ക കറി. അപ്പോൾ തേങ്ങ അരച്ച വെണ്ടക്ക കറിയാണ് കേട്ടോ. എനിക്ക് വെണ്ടക്ക കറി തേങ്ങ അരക്കുന്നതിനേക്കാളും ഇഷ്ടം തേങ്ങ അരക്കാത്തതാണ് കേട്ടോ. ചൂടുണ്ടേ ചൂടാണേ അത് മാമ തിന്ന
അവിടെ ഇരുന്ന് നിന്നേ കുട്ടി മാമ ഇരുന്ന് നിന്നാ ചോറ് വരുത്തരാ പറഞ്ഞത് അതിനാണേ. അപ്പോൾ ലൈബ ഒറ്റക്ക് ചോറുന്നാ പറഞ്ഞിട്ട് മടിയിൽ വെച്ചാട്ടോ. അപ്പോൾ കറി ചൂടുണ്ട്. അപ്പോൾ ഓള് പെട്ടെന്ന് എത്തിയതാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നുണ്ടോ. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പപ്പടം മറന്ന് നിൽക്കണതാ. ഞാൻ പപ്പടം തിന്നാ കുട്ടിക്ക് പപ്പടം കൊടുത്താ ആ ലൈബ് ചോറ് എടുത്തെടുക്ക. ആ